ശ്രീ റോണിക്ക ബേബി. സർ, മധ്യ കേരളത്തിലൂടെ ഒഴുകുന്ന ജലസമൃദ്ധമായ മണിമലയാറിൻ്റെ തീരത്താണ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. സംസ്കൃതത്തിൽ വിഷഗ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ നദിയാണിതെങ്കിലും പ്രദേശത്ത് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ് നിലനിൽക്കുന്നത്. തലച്ചുവടായി കുടിവെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന അമ്മമാരെയും സഹോദരിമാരെയും ഇന്നും കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി മണിമല നദിയെ അടിസ്ഥാനമാക്കി മണിമല മേജർ കുടിവെള്ള പദ്ധതി പോലെ പല പദ്ധതികളും ആരംഭിച്ചെങ്കിലും അതെല്ലാം പാതി വഴിയിൽ മുടങ്ങിപ്പോയിരിക്കുകയാണ്. സർ, അത്തരം പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു പദ്ധതിയാണ് വട്ടുകുന്നാമല കുടിവെള്ള പദ്ധതി. മണിമല ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന വട്ടുകുന്നാമല, വഞ്ചികപ്പാറ എന്നീ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വട്ടുകുന്നാമല കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തത്. ഈ പദ്ധതിയുടെ ഭാഗമായി ബൂസ്റ്റർ ടാങ്ക് സ്ഥാപിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. സർ, ആയത് സംബന്ധിച്ച് മണിമല ഗ്രാമപഞ്ചായത്ത് റെസൊല്യൂഷനും പാസ്സാക്കിയിട്ടുള്ളതാണ്. സർ, വട്ടുകുന്നാമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് എത്രയും വേഗം ടെൻഡർ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ സാഹചര്യം കണക്കിലെടുത്ത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ എത്രയും പെട്ടെന്ന് ടാങ്ക് നിർമ്മാണ ടെൻഡറിന് അംഗീകാരം നൽകണമെന്ന് വളരെ വിനയപുരസ്കരം അഭ്യർത്ഥിക്കുകയാണ്. സർ, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് കീഴിൽ 9 പഞ്ചായത്തുകളിലെ 67,408 ഗ്രാമീണ കുടുംബങ്ങൾക്ക് ജലവിതരണ പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി അംഗം ശ്രീ റോണി കെ ബേബി സബ്മിഷൻ അയച്ചത്. സർ, ഇക്കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുകയുണ്ടായി. മണിമല ഗ്രാമപഞ്ചായത്തിൽ വട്ടുകുന്നാമല, വഞ്ചിക്കപ്പാറ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി മണിമല പദ്ധതി എന്നതിൽ ആവിഷ്കരിച്ച ഈ സ്കീമിൽ 7.3 കിലോമീറ്റർ കുടിവെള്ള വിതരണ ശൃംഖല സ്ഥാപിക്കാനും 700 എണ്ണം ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ സ്ഥാപിക്കുവാനും കരിമ്പനാകുളത്ത് 1 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള സബ്കം ബൂസ്റ്റർ സ്റ്റേഷൻ, വട്ടുകുന്നമലയിൽ 2 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല ജലസംഭരണി നിർമ്മാണം, പമ്പ് സെറ്റുകളുടെ വിതരണം, ഇൻസ്റ്റലേഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ഫേസ് 1. സർ, ഈ വർക്ക് ഇപ്പം വന്ന പ്രശ്നം പരിശോധിക്കുകയുണ്ടായി. വിവിധ പ്രാവശ്യം ടെൻഡർ ചെയ്തെങ്കിലും 9 തവണ ദീർഘിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇതിന് കരാറുകാരെ ലഭിക്കാത്ത പ്രശ്നം വന്നു. കൂടുതൽ കരാറുകാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സ്കീം ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി പ്രായോഗിക തലത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ജലജീവൻ മിഷൻ്റെ സ്കീമിൽ തന്നെ ഫേസ് 1, പാർട്ട് 1, പാർട്ട് 2 എന്ന രീതിയിലേക്ക് 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ 2 വർക്കുകൾ ഇപ്പോൾ ക്രമീകരിച്ച് അതിന് സാങ്ഷൻ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഈ 2 വർക്കുകളുടെ ഭാഗമായി രണ്ടാക്കി മാറ്റിയതിനു ശേഷവും 2 തവണ ടെൻഡർ ചെയ്തെങ്കിലും പ്രവൃത്തി ഏറ്റെടുക്കുവാൻ കരാറുകാർ ആരും തയ്യാറായില്ല. കരാറുകാരുടെ കുടിശ്ശിക അടക്കമുള്ള പ്രശ്നങ്ങൾ നിലവിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നടപ്പാക്കുന്നതിന് വേണ്ടി ഇനി പുതുക്കിയ DSR പ്രകാരം 2021 DSR പ്രകാരം റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എത്രയും വേഗം റീകാസ്റ്റ് ചെയ്ത് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് AS കൊടുക്കാൻ കഴിയുന്ന വിധത്തിലും പ്രവൃത്തി റീടെൻഡർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലും ഉള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അത്യാവശ്യമുള്ള ഈ ശുദ്ധജല വിതരണത്തിന് ആവശ്യമായ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അറിയിക്കുകയാണ്.